ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുത്തിറങ്ങി. ഇന്ന് ലണ്ടനിലേക്കാണ് പോകുന്നത്. ട്രെയിൻ വന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ബക്കിംഗ്ഹാം പാലസ് ആണ്. പാലസിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണണം. സോ എല്ലാവരും പുറത്തുനിന്ന് തന്നെയാണ് കാണുന്നത്. നല്ല വെയിലുണ്ട്, അത്യാവശ്യം ചെറിയ ചൂടില്ല, പക്ഷേ എന്നാലും നമ്മൾ വേർക്കും. അതുകൊണ്ട് അവിടുന്ന് അധികം നേരം നിന്നില്ല, അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചു. സോ ബസ്സിലൊന്നും AC ഇല്ല. സോ ഒരുവിധം കഷ്ടപ്പെട്ട് ഞാൻ മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുക. നല്ല ക്യൂ ആണ്. ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ അജാതി ക്യൂ. സോ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ഒരുവിധം അവിടെ 1.5 മണിക്കൂർ നിന്ന് ഞാൻ അകത്ത് കയറി. അത്യാവശ്യം കുറേ കാണാനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊള്ളക്കാരുടെ സംഘത്തിൽ പോയ പോലുണ്ട്. കാരണം എല്ലാം കട്ടോണ്ട് വന്നതാണ്. അവിടെ നിന്നിട്ട് പിന്നെ അവിടുന്ന് അവർ ദാനം നിന്ന് ഇവിടുന്ന് ദാനം നിന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സംഭവക്കാരിലേ അറിയുള്ളൂ, ഇതെല്ലാം കട്ടോണ്ട് വന്നതാണ്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ടും ഇത്രയും വലിയൊരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തുനിന്നൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വേറെ ലീഗാണ്. ഇതിൻ്റെയൊക്കെ ഓരോ പില്ലറിൻ്റെയൊക്കെ സൈസ് തന്നെ കാണാം. നല്ല രസമാണ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാനായിട്ട്. നല്ല കിഡിലായിട്ട് ഇവർ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ഫുഡ് കഴിച്ചു. കത്തീഡ്രലൊരു രക്ഷയില്ല. ഇത് ലൈക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ പൊളിയായിരുന്നു. ഇതൊരു അൽപ്പൊളി സ്ഥലമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത, ഇതിന് ഈ കാണുന്ന ഹൈറ്റല്ല. ഞാനിപ്പോൾ ഈ ഫ്രെയിമിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അകലെ നിന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രെയിമിൽ കൊള്ളിരല്ലോ, അത്രയും ഹ്യൂജാണ്. ഭയങ്കര വലുപ്പമുള്ള ഒരു പള്ളിയാണ്. ഇതിനകത്തേക്ക് കയറുന്നതിന് പൈസ കൊടുക്കണം. പിന്നെ പൈസ കൊടുത്ത് കർത്താവിന് കാണേണ്ട ആവശ്യം നമുക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ സൈഡിൽ ചാപ്പിൽ മാത്രമേ കയറിയുള്ളൂ. ഇവിടെ നമുക്ക് ഗ്രീനിച്ചിലേക്ക് പോകണം. ഗ്രീനിച്ചിൽ ആക്ച്വലി ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കേബിൾ കാറിൻ്റെയാണ്. അപ്പോൾ ആ സംഭവങ്ങളൊന്ന് കാണണം. അതുപോലെ ഗ്രീനിച്ചിലേക്ക് കടന്നു പോകുന്ന സ്ഥലം ഇവിടെ അടുത്താണ് ഗ്രീനിച്ചിൽ. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ഇതാണ് നമ്മുടെ കേബിൾ കാർ. സംഭവം ഇവിടെ ഉണ്ട്. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഒറ്റയ്ക്കാണല്ലോ, വേറെ ഇതിനകത്ത് ആരുമില്ല. സോ നമ്മുടെ അടുത്ത ടിക്കറ്റിൽ ഞാൻ ഇതിനകത്ത് കയറി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. രക്ഷയില്ല ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. എനിക്ക് ആക്ച്വലി ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു സംഭവത്തിന് ആക്ച്വലി ആ പള്ളി കയറാൻ 27 ദിറംസ് കൊടുക്കണം. പക്ഷേ ഇതിനകത്ത് കയറാൻ 15 ദിറം കൊടുത്തതാണ്. സോ എനിക്ക് അടിപൊളിയായിട്ട് അത് വേർത്തായിട്ട് തോന്നി. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ പതുക്കെ നടന്നു പോയി. അവിടെ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കായി സംഭവം ഉള്ളത്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീനിച്ച് ടൗൺ അല്ല, ലണ്ടൻ്റെ പുതിയ കുറച്ച് ഏരിയകൾ കാണാം. ആക്ച്വലി ലണ്ടൻ ഭയങ്കര പഴയൊരു ടൗണാണ്. ഈ ഒരു ഏരിയയൊക്കെയാണ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ആൾക്കാരെല്ലാം കയറി നിൽക്കുന്ന ഈ ഒരു ബ്രൗൺ കളറുള്ള സാധനമാണ് ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖയുടെ ഇവിടുന്ന് അങ്ങോട്ടും ഇതിൻ്റെ അപ്പുറത്തേക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ടൈം സോണുകൾ തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ആൾക്കാരുണ്ടാക്കിയിരുന്ന അവരുടെ ക്ലോക്കുകൾ, എങ്ങനെയാണ് സമയവും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. സമയം കുറച്ച് ലേറ്റായി അവിടെ നിന്ന് കഴിഞ്ഞത്. ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്.